ദൈവമക്കളെ, ഒരു സ്ഥലത്തൊരു ഭാര്യയും ഭർത്താവും ഭയങ്കര ഭക്തരാ, ഭയങ്കര പ്രാർത്ഥനക്കാരാ. അവർക്ക് സാമാന്യം നല്ല ധനസ്ഥിതിയുണ്ട്. 2 മാളിക വീട്ടിലാണ് താമസിക്കുന്നത്. അവർ ഭാര്യയും ഭർത്താവും സുവിശേഷ വേല ചെയ്യുന്നവരാണ്. നാട് നീളെ നടന്ന് സകല വീട്ടിലും കയറി അവർ പ്രാർത്ഥിക്കും. എവിടെ രോഗിയുണ്ടോ, എവിടെ സങ്കടപ്പെടുന്നവരുണ്ടോ, അവിടെ ഒക്കെ അവർ ചെല്ലും. ദൈവമക്കളെ, അവർ വലിയ പ്രാർത്ഥനക്കാരാണ്. ഇവരുടെ വീടിന്റെ പുറത്ത് 3 സെന്റിനകത്ത് ഒരു പാവപ്പെട്ട വിധവയും അവരുടെ കുഞ്ഞും താമസിക്കുകയാണ്. ഈ സ്ത്രീയുടെ ഭർത്താവ് പാറമടയിൽ പണിക്ക് പോയപ്പോ പാറ പൊട്ടിച്ചപ്പോ അബദ്ധത്തിൽ പാറ തലയിൽ വീണ് തല പൊട്ടി മരിച്ചുപോയതാണ്. കഴിഞ്ഞ 5 കൊല്ലമായി ഈ സ്ത്രീ വിധവയാണ്. ഈ സ്ത്രീക്ക് ഒരു കുഞ്ഞുണ്ട്, 12 വയസ്സുണ്ട്. ആ മോന് ആൺകുട്ടിയാണ്. പിറന്ന ശേഷം ആ കുഞ്ഞ് കിടക്ക വിട്ട് എഴുന്നേറ്റിട്ടില്ല. കാരണം ആ കുഞ്ഞിന്റെ ശരീരം ബലം പ്രാപിച്ചിട്ടില്ല, അതിന് ബുദ്ധിയുമില്ല. 12 വയസ്സുള്ള കുഞ്ഞ്, വിധവയായ അമ്മ, ചോർന്നൊലിക്കുന്ന ചെറ്റക്കുടിൽ ഈ സുവിശേഷ ദമ്പതിമാരുടെ വീടിന്റെ പുറത്ത് താമസിക്കുകയാണ്. ദൈവമക്കളെ, എല്ലാ ദിവസവും സന്ധ്യയ്ക്ക് പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഇവർ മുട്ടുകുത്തി നിൽക്കും. കൈ വിരിച്ചു പിടിച്ചവർ പ്രാർത്ഥിക്കും. ഈശോയെ, കരുണ തോന്നണമേ, ഞങ്ങളുടെ വീടിന്റെ അയൽവക്കത്ത് താമസിക്കുന്ന പാവപ്പെട്ട വിധവയോട് കരുണ തോന്നണമേ. അവരുടെ ബുദ്ധി വളരാത്ത ശരീരം തളർന്ന കുഞ്ഞിനോട് കരുണ തോന്നണമേ. കർത്താവേ, നീ അവളോട് കരുണ തോന്നണമേ. ഇത് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകും. ദൈവമക്കളെ, ഇത് നാളുകൾ ആവർത്തിക്കപ്പെട്ട ഒരു സംഗതിയാണ്. പക്ഷേ ആ വിധവയുടെയോ ആ കുഞ്ഞിന്റെയോ അവസ്ഥയ്ക്ക് യാതൊരു മാറ്റവും വന്നില്ല. അവരുടെ വീട് കെട്ടിമേഞ്ഞില്ല, അവരുടെ പട്ടിണിക്കും ദാരിദ്ര്യത്തിനും അറുതി വന്നില്ല, ആ കുഞ്ഞിനെ ചികിത്സിച്ചില്ല, ആ സ്ത്രീക്ക് ഒരു ആശ്വാസവും കിട്ടിയില്ല. സംഭവിച്ചെന്താണെന്നറിയാമോ? ഈ ദമ്പതിമാർക്ക് ഒരു മോനുണ്ട്. ഇപ്പോൾ പ്രായം 7 വയസ്സ്. ഒരു ദിവസം ഇവര് സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞ് കൈവിരിച്ച് കണ്ണടച്ച് നിന്ന് 10 മിനിറ്റ് നേരം പതിവ് പോലെ പാവപ്പെട്ട വിധവയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവസാനിപ്പിച്ച് കണ്ണു തുറന്നപ്പോ തൊട്ട് മുമ്പില് മോൻ നിൽക്കുക, ദൈവം നിൽക്കുന്നത് പോലെ. എന്താ മോനെ, പ്രാർത്ഥനയ്ക്ക് ഞങ്ങളുടെ കൂടെ ഇരുന്ന് നീ ഇവിടെ വന്ന് നിൽക്കുന്നത്? പപ്പാ, മമ്മി, ഞാൻ കുറേ നാളായി കേൾക്കുന്നു എന്റെ പപ്പയും മമ്മിയും കരഞ്ഞോണ്ട് ആ അമ്മച്ചിക്ക് വേണ്ടിയും ആ ചേട്ടായിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നത്. ഉവ്വ, പപ്പായുടെ ആ തടിച്ച പേഴ്സന്റെ കയ്യിലോട്ട് തന്നാൽ നാളെ വൈകുന്നേരം ആകുമ്പോഴേക്കും അവരുടെ പകുതി പ്രശ്നവും ഞാൻ പരിഹരിച്ചു തരാം. 7 വയസ്സുള്ള കുഞ്ഞിന് വിവേകമുണ്ടായി. കഴിഞ്ഞ 5 കൊല്ലവും പ്രാർത്ഥിച്ച ദമ്പതിമാർക്ക് ഒരു വിവേകവും ഉണ്ടായിട്ടില്ല. കരുണ പ്രകടമാകേണ്ടത് വാക്കുകളിലല്ല, കരുണ പ്രകടമാകേണ്ടത് പ്രവൃത്തിയിലാണ്. ഹല്ലേലൂയ! കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. എന്റെ സകല പ്രാർത്ഥനകളും എന്റെ പ്രവൃത്തിയിലൂടെ നിറവേറണം.